നമസ്കാരം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിൽ യു.ഡി.എഫിന് തന്നെ മുൻതൂക്കം. യു.ഡി.എഫ് അധികാരത്തിൽ ഏറുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. 70 മുതൽ 75 സീറ്റുകൾ വരെയാണ് എക്സിറ്റ് പോൾ യു.ഡി.എഫിന് പ്രവചിക്കുന്നത്. പക്ഷേ ചില എക്സിറ്റ് പോളുകളിൽ 69 സീറ്റുകൾ വരെ എൽ.ഡി.എഫിന് നൽകുന്നുമുണ്ട്. എന്തായാലും ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും യു.ഡി.എഫ് തന്നെയാണ് സാധ്യത നൽകുന്നത്. 90 വരെ സീറ്റുകളാണ് ആക്സിസ് മൈ ഇന്ത്യ യു.ഡി.എഫിനായി പ്രവചിക്കുന്നത്. JVC നടത്തിയ എക്സിറ്റ് പോളിൽ 84 വരെ സീറ്റുകളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പീപ്പിൾസ് പൾസ് 75 മുതൽ 85 സീറ്റുകൾ വരെയും, വോട്ട് വൈബ് 70 മുതൽ 80 സീറ്റുകൾ വരെയും, മാട്രിക്സ് 75 സീറ്റുകൾ വരെയും യു.ഡി.എഫ് നേടുമെന്ന് പ്രവചിക്കുന്നു. പീപ്പിൾസ് പൾസ് 80 വരെ സീറ്റുകളും, പി-മാർക്ക് 79 സീറ്റുകൾ വരെയും, പീപ്പിൾ ഇൻസൈറ്റ് 76 സീറ്റുകൾ വരെയും, CNN ന്യൂസ് 70 മുതൽ 78 വരെ സീറ്റുകളും യു.ഡി.എഫിന് പ്രവചിക്കുന്നു. കേരളത്തിൽ BJP മുന്നേറ്റമുണ്ടാക്കുമെന്നും ഈ സർവേകൾ പറയുന്നു. ഏറ്റവും കൂടുതൽ സീറ്റുകൾ NDAക്ക് പ്രവചിക്കുന്നത് പീപ്പിൾസ് ഇൻസൈറ്റ് ആണ്. 10 മുതൽ 14 വരെ സീറ്റുകളാണ് NDAക്ക് പീപ്പിൾ ഇൻസൈറ്റ് പ്രവചിക്കുന്നത്. 3 മുതൽ 7 വരെ സീറ്റുകൾ JVCയും പ്രവചിക്കുന്നു. 1 മുതൽ 3 വരെ സീറ്റുകളാണ് ആക്സിസ് മൈ ഇന്ത്യ BJPക്കായി പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസ് 1 മുതൽ 3 വരെ സീറ്റുകൾ പ്രവചിക്കുമ്പോൾ പി-മാർക്കും CNN ന്യൂസ് 18 1 മുതൽ 4 വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത്. എക്സിറ്റ് ഫലങ്ങൾ തന്നെയാണ് സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വിരൽ ചൂണ്ടാറുള്ളത്. എന്നാൽ ഇന്ത്യ ടുഡേ പോലുള്ള ദേശീയ മാധ്യമങ്ങൾ നേരിട്ട് നടത്തിയ എക്സിറ്റ് ഫലങ്ങൾ അപ്പാടെ പാളിയ ചരിത്രങ്ങളുമുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ ദൃശ്യമാകാറുള്ള നിശബ്ദ തരംഗം പലപ്പോഴും എക്സിറ്റ് പോൾ കണക്കുകളെ കടപുഴക്കുന്നുമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് BJP ശക്തമായി സാന്നിധ്യമായി മാറിയ നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഈ തിരഞ്ഞെടുപ്പിലെ BJP ഫാക്ടർ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതിഫലിച്ചിട്ടില്ല. മെയ് 4-ന് ഫലം വരുമ്പോൾ മാത്രമേ BJP മുന്നേറ്റത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ ചിത്രം ലഭിക്കുകയുള്ളൂ. നിലവിൽ പല മണ്ഡലങ്ങളിലും വിജയ സാധ്യതകളെ അട്ടിമറിക്കാൻ BJP ശേഷി നേടിയിട്ടുണ്ട്. ഇത് എന്തുമാത്രം തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിച്ചുവെന്ന് ഫലം അറിഞ്ഞാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ.